നമസ്കാരം. നെഞ്ചിൽ ചവിട്ടി കഴുത്ത് ഞെരിച്ച് അവർ രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തി. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയത് രണ്ടുപേരും ചേർന്നെന്ന് മാത്യുവും ശർമ്മിളയും സമ്മതിച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി തന്നെയാണ് സുഭദ്രയെ കൊച്ചിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പ്രതികൾ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കി. 4 വർഷം മുമ്പ് കൊച്ചിയിലെത്തിയ ഉടുപ്പിക്കാരി ശർമ്മിളയും പങ്കാളിയായ ആലപ്പുഴ സ്വദേശി മാത്യൂസ് എന്ന നിതിനുമാണ് കേസിൽ അറസ്റ്റിലായത്. ക്രൂരമായ മർദ്ദനത്തിന് ശേഷമാണ് സുഭദ്രയെ കൊന്നതെന്നാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത്. സുഭദ്രയുടെ ശരീരത്തിലെ 2 ഭാഗത്തെയും വാരിയലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. കൈ ഒടിച്ചത് കൊലപാതക ശേഷമാണെന്നാണ് നിഗമനം. സ്വിഫ്റ്റ്നെറ്റ് മുൻ ജീവനക്കാരൻ പരേതനായ ഗോപാലകൃഷ്ണനാണ് സുഭദ്രയുടെ ഭർത്താവ്. മക്കൾ രാജീവ്, രാധാകൃഷ്ണൻ, പരേതനായ രാജേഷ്. ശർമ്മിള കൊച്ചിയിലെത്തിയപ്പോൾ സുഭദ്ര നടത്തിയിരുന്ന ഹോസ്റ്റലിലായിരുന്നു താമസം. ശർമ്മിള അങ്ങനെ സുഭദ്രയുമായി അടുത്തു. ബന്ധം ശക്തമായപ്പോൾ സുഭദ്രയുടെ വീട്ടിലും താമസിച്ചു. ഇടയ്ക്കിടെ സുഭദ്രയെ ശർമ്മിള ആലപ്പുഴയിലെ വീട്ടിലേക്കും കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ശർമ്മിളയുടെ പങ്കാളി മാത്യൂസിനെ സുഭദ്ര പരിചയപ്പെടുന്നത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സുഭദ്രയുടെ പക്കൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും സ്വന്തമാക്കാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു കൊല. കടം കൊടുത്ത തുക തിരികെ ചോദിച്ചതും വൈരാഗ്യമായി. സുഭദ്ര വധക്കേസ് പ്രതികൾ അന്വേഷണം നടക്കുന്നതിനിടെ പോലീസ് അറിയാതെ തിരിച്ച് കൊച്ചിയിലെത്തിയിരുന്നു. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കരുത്തല റോഡ് ശിവകൃപയിൽ സുഭദ്രയെ കൊലപ്പെടുത്തിയ ശേഷം കർണാടകയിലേക്ക് കടന്ന മാത്യൂസും ശർമ്മിളയുമാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ചെത്തിയത്. കൊച്ചിയിൽ ഒളിവിൽ താമസിച്ച പ്രതികൾ വീണ്ടും കർണാടകയിലേക്ക് പോയപ്പോൾ മണിപ്പാലിന് സമീപം പോലീസ് പിടിയിലാകുകയായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെ ഇരുവരും കേരളത്തിൽ തിരിച്ചെത്തിയത് പോലീസിനെ ഞെട്ടിച്ചു. കൊച്ചിയിൽ ശർമ്മിള മുൻപ് താമസിച്ചിരുന്ന സ്ഥലത്തെ ചില പരിചയക്കാരാണ് ദമ്പതികൾ മണിപ്പാലിലേക്ക് ട്രെയിനിൽ പോയെന്ന വിവരം കൈമാറിയത്. ഇരുവരെയും പോലീസ് ആലപ്പുഴയിൽ എത്തിച്ചു. ആരും തിരിച്ചറിയാതിരിക്കാൻ കണ്ണട വച്ചായിരുന്നു പ്രതികളുടെ യാത്ര. മാത്യൂസിനെയും ശർമ്മിളയും ചോദ്യം ചെയ്ത ശേഷം കസ്റ്റഡിയിലുള്ള മാത്യൂസിന്റെ സുഹൃത്തിന്റെ മൊഴിയും രേഖപ്പെടുത്തും. സുഭദ്രയെ കാണാതായെന്ന പരാതിയിൽ കടവന്ത്ര പോലീസ് കഴിഞ്ഞ മാസം 7-നാണ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ശർമ്മിളയ്ക്കൊപ്പം ഇവർ റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടെ ശർമ്മിളയും ഭർത്താവും താമസിക്കുന്ന കലൂർ കോർത്തശ്ശേരിയിലെ വീട്ടിൽ പോലീസ് എത്തി. വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സുഭദ്രയുടെ മൃതദേഹം വീട്ടുവളപ്പിൽ കണ്ടെത്തി. ഇതോടെ പ്രതികളെക്കുറിച്ച് സൂചനയും കിട്ടി. പോലീസ് അന്വേഷിക്കുന്ന വിവരം അറിഞ്ഞ് ഇരുവരും ഉടുപ്പിയിലേക്ക് കടന്നു. പോലീസ് ഉടുപ്പിയിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തുമ്പോൾ 24-ന് നാട്ടിൽ തിരിച്ചെത്തി. പോലീസിന് വിവരം ലഭിച്ചപ്പോൾ കൊച്ചിയിലേക്ക് പോയി. സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുന്നതിന് മുൻപേ പ്രതികളെ തേടി പോലീസ് ഉടുപ്പിയിലെത്തിയിരുന്നു. പ്രതി ശർമ്മിളയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടുപ്പിയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് UPI ഇടപാട് വഴി പണം എത്തിയതിന്റെ വിവരം ലഭിച്ചതാണ് ഇതിന് കാരണം. പ്രതികൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നെങ്കിലും UPI വഴി 60,000 രൂപ അക്കൗണ്ടിലെത്തിയതും ഉടുപ്പിയിലെ ATM-ൽ നിന്ന് പണം എടുത്തതും തെളിഞ്ഞു. പിന്നീട് ഉടുപ്പിയിൽ നിന്നും ഇരുവരും കേരളത്തിലെത്തി. ദമ്പതികളുടെ ചിത്രങ്ങൾ അപ്പോഴേക്കും പോലീസ് പുറത്തുവിട്ടു. അതോടെയാണ് കൊച്ചിയിലെ ഒളിത്താവളത്തിൽ നിന്നും ഇരുവരും വീണ്ടും കർണാടകയിലേക്ക് പോയത്. ഇതിനിടെ പിടിയിലാകുകയും ചെയ്തു. സ്ഥിരമായി മദ്യപിക്കുന്ന മാത്യൂസും ശർമ്മിളയും വലിയ വരുമാനമുണ്ടാക്കുന്നവരായിരുന്നില്ല. കൂലിപ്പണിക്കും മീൻ പിടിക്കാനും പോയിരുന്ന മാത്യൂസ് പലപ്പോഴും ജോലിക്ക് പോകാറില്ലായിരുന്നു. അതേസമയം സുഭദ്ര കൊല്ലപ്പെട്ട വിവരം ഞെട്ടലോടെയായിരുന്നു മാത്യൂസിന്റെ കുടുംബം കേട്ടത്. 4 വർഷം മുൻപായിരുന്നു മാത്യൂസും ശർമ്മിളയും തമ്മിലുള്ള വിവാഹം. ആ സമയത്തായിരുന്നു മാത്യൂസിന്റെ മാതാപിതാക്കൾ ആദ്യമായി സുഭദ്രയെ കാണുന്നത്. തന്റെ ആന്റിയാണെന്ന് പറഞ്ഞായിരുന്നു ശർമ്മിള എന്ന് സുഭദ്രയെ പരിചയപ്പെടുത്തിയത്. സന്യാസിനിയായ മകൾ വഴിയാണ് ഈ ആലോചന എത്തിയതെന്നും മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നു. തുടർന്ന് മാത്യൂസിന്റെ ബന്ധുക്കൾ ഉടുപ്പിയിൽ ശർമ്മിളയുടെ ബന്ധുവീടുകളിൽ പോയിരുന്നു. സുഭദ്രയും ഒപ്പം ഉണ്ടായിരുന്നു. ഭാഷ അറിയാത്തതിനാൽ സുഭദ്രയായിരുന്നു അവരോടെല്ലാം സംസാരിച്ചത്. കാട്ടൂർ സെന്റ് മൈക്കിൾസ് പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം. ചടങ്ങിൽ ശർമ്മിളയുടെ ബന്ധുവായി സുഭദ്ര മാത്രമായിരുന്നു പങ്കെടുത്തത്.